സുഹൃത്തുക്കളെ, മോഹൻലാലുമായിട്ട് നമ്മുടെ പിണറായി വിജയൻ ഒരു ഇൻ്റർവ്യൂ നടത്തി. അതിന് ചിലവായത് 12 ലക്ഷം രൂപ. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, അല്ല വെറും 12 ലക്ഷം രൂപ മാത്രമേ ചിലവായുള്ളൂ? അത് മാത്രമാണോ ഈ ഗവൺമെൻറ് ചിലവഴിച്ചത്? അത് വളരെ മോശമായില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്കൊരു സംഗതി വായിച്ചു തരാം. അക്കോർഡിംഗ് ടു ദ പാസ്റ്റ് ഷെയർഡ് ഫ്രം what appears to be Kerala Assembly record, the total in advertising disbursements under the UDF government from 2011 and 16. പച്ച മലയാളത്തിലെ 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്നല്ലോ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പരസ്യത്തിന് വേണ്ടി ചിലവഴിച്ച തുക എത്രയാണ്? നോക്കൂ, മോഹൻലാലിന് വേണ്ടിയിട്ട് ചെലവഴിച്ച 11 ലക്ഷം നിങ്ങളൊരു വലിയ തുകയായിട്ട് കരുതുന്നുണ്ട് എങ്കിൽ UDF ഗവൺമെൻറ് ഓരോരോ വർഷവും ചെലവഴിച്ച കുറച്ച് പരസ്യ തുകകളുടെ കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടാം. 2011 മുതൽ 12 വരെ 36 കോടി രൂപ പരസ്യത്തിന്. മോഹൻലാലിന് എത്ര? 11, 12 അല്ലേ? 11 ലക്ഷം അല്ലേ? 11 അല്ലേ? അതെ 11. ഒറ്റ വർഷം UDF ഗവൺമെന്റ് ചെലവഴിച്ചത് 36 കോടി. കഴിയില്ല പോലെ. 2012 മുതൽ 13 വരെ 26 കോടി രൂപ. 2013 മുതൽ 14 വരെ വീണ്ടും 24 കോടി രൂപ. കോടിയാണ് കേട്ടോ. 2014 മുതൽ 15 വരെ 29 കോടി രൂപ. 2015 മുതൽ 2016 വരെ ആ ഒരു വർഷം മാത്രം 41 കോടി രൂപ. അങ്ങനെ ഏകദേശം 150 കോടി രൂപയാണ് 5 വർഷത്തെ ഭരണകാലഘട്ടത്തിൽ. 150 കോടി രൂപയാണ് 150 കോടി രൂപയാണ് 5 വർഷത്തെ ഭരണകാലഘട്ടത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വീണ്ടും വായിക്കണോ? ഇവിടെ ഇനിയും ഞാൻ പറഞ്ഞുതരാം. ഇനിയും വേറെ കണക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഗവൺമെന്റില്, ഈ ഒരു പിണറായി വിജയൻ ഗവൺമെന്റില് പരസ്യത്തിന് വേണ്ടി തന്നെയാണ് മോഹൻലാലുമായിട്ട് ആ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളത്. ഇതേപോലൊരു ഇന്റർവ്യൂ പണ്ട് ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ലേ? അതിനൊക്കെ കൂടി ചെലവാക്കിയ തുകയാണ് സുഹൃത്തുക്കളെ ആ ഗവൺമെന്റ് 150 കോടി രൂപയാണ് അന്ന് UDF ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത്. ഇത് കണക്കാണ്, പബ്ലിക് ഡൊമൈനിലുള്ള കണക്കാണ്. ഞാൻ തള്ളുകയാണെന്ന് വിചാരിക്കേണ്ട. അത് പബ്ലിക് ഡൊമൈനിലുള്ള കണക്കാണ്, നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്യാം. ഇനി പഞ്ചാബ് ഗവൺമെന്റ് നമുക്ക് നോക്കാം. കുറച്ച് ഗവൺമെന്റ് കണക്കുകൾ കൂടി നമുക്കിങ്ങനെ ചുമ്മാ അങ്ങനെ പരിധി നോക്കുന്ന രസമായിരിക്കും. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ പീരീഡിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് 150 കോടി രൂപ കേട്ടോ. ഇതിനോടനുബന്ധിച്ച തുക തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും ചെലവഴിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിൽ തുക കുറച്ചാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ 150 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മൂല്യം കൂടി ഈ സമയത്ത് അതൊക്കെ തന്നെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ കൂടിയിട്ടില്ല എന്നർത്ഥം. കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് ഫിഗറുകൾ കൂടി നമുക്കിങ്ങനെ നോക്കാം. അത് നിങ്ങൾക്കൊരു രസകരമായിരിക്കും. പഞ്ചാബ് ഗവൺമെന്റ് 2017 മുതൽ 2025 വരെ ഈ ഒരു കാലഘട്ടത്തിൽ ചെലവഴിച്ച എത്ര കോടി തുക എന്ന് പറഞ്ഞ നേരത്തെ 1534 കോടി രൂപയാണ്. 1534 കോടി രൂപയാണ് പരസ്യത്തിന് ചെലവഴിച്ചത്. BJP-കാരൊക്കെ വായടക്കി മിണ്ടാകുത്തിരുന്നോളാം. ഇനി ഗുജറാത്തിലേക്ക് നോക്കിക്കോളാം. അവരെത്ര ചെലവഴിച്ചിട്ടുള്ളത്? 108 കോടി രൂപ. 108 കോടി രൂപയാണ് ഗുജറാത്ത് ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത്. ഇനി കേരള ഗവൺമെന്റ് 2026 മാത്രം 2026 ചെലവഴിച്ചത് ഏകദേശം വെറും 15 കോടി രൂപ മാത്രമേ ഉള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക. 2026 ഈ സമയത്ത് വേണമെങ്കിൽ ഇലക്ഷനോടനുബന്ധിച്ചാണ് ഉമ്മൻചാണ്ടിയൊക്കെ ഇലക്ഷനോടനുബന്ധിച്ച് എത്ര കോടി രൂപയാണ്? 41 കോടി രൂപയാണ് അവർ അധികാരത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ ചെലവഴിച്ചിട്ടുള്ളതെങ്കിൽ 41 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളതെങ്കിൽ
ഈ പിണറായി വിജയൻ ഗവൺമെന്റ് 2026 ഈ അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് പരസ്യത്തിനു വേണ്ടി ചെലവഴിച്ച ഖജനാവിൽ നിന്ന് ചെലവഴിച്ച കോടി രൂപ വെറും 15 കോടി രൂപയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. 15 കോടി രൂപയിൽ നിന്ന് എത്രയാണ് 41 കോടി രൂപയിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വിരോധം അല്ലെങ്കിൽ പിണറായി വിരോധം. ഇതിനപ്പുറം ഇനിയും എനിക്ക് വിശദീകരിച്ച് തരാൻ വയ്യ. ഇനി വിശദീകരിച്ചാലേ ഇത് വെട്ടാൻ വരുന്ന പോത്തിനോടൊക്കെ വേദമോതുന്ന പോലെ അങ്ങനെ പറഞ്ഞ് ശരിയല്ല. സംഖ്യകളെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് പോലെ ആയിരിക്കും. അതിലും നല്ലത് വേറെ എന്തെങ്കിലും ചെയ്യുക. ഇവിടുന്ന് ഒരു തുരങ്കം കുഴിച്ചിട്ട് അമേരിക്കയിൽ പോയിട്ട് പൊന്താൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നു എന്നൊക്കെ വരും. മറ്റതേ നടക്കൂല. അപ്പോൾ ബൈ.